ഹലോ ഫ്രണ്ട്സ്, മെക്കാനിക്കലുകാരുടെ S5 മെഷീൻ ടൂൾസ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 1ന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന വീഡിയോ സീരീസിൽ പാർട്ട് 2 ആണിത്. അപ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫൈൻ ടൂൾ സിഗ്നേച്ചർ, ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് ടു ടൂൾ ജോമെട്രി? ഓക്കെ, ടൂൾ സിഗ്നേച്ചർ എന്താണെന്ന് പറയണം. ആ ടൂൾ സിഗ്നേച്ചർ എങ്ങനെയാണ് ടൂൾ ജോമെട്രി ആയിട്ട് റിലേറ്റഡ് ആണ് എന്നും പറയണം. ഓക്കെ, അതിന്റെ ആൻസേഴ്സിലോട്ട് പോകാം. ഇപ്പോൾ ഇതിന്റെ ആൻസറിലേക്ക് പോയാൽ, ടൂൾ സിഗ്നേച്ചർ ഈസ് എ ന്യൂമറിക്കൽ കോഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൾ ദ കീ ആംഗിൾസ് ഓഫ് എ ഗിവൻ കട്ടിംഗ് ടൂൾ ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ എക്സാമിന് എങ്ങനെ ആൻസർ എഴുതേണ്ടതെന്നാ പറയണേ. അപ്പോൾ ടൂൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ കോഡാണ്, ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ കീ ആംഗിൾസ് ഓഫ് എ ഗിവൻ കട്ടിംഗ് ടൂൾ ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. കാരണം എല്ലാ കട്ടിംഗ് ടൂളിനും ഒരേ ആംഗിൾസ് അല്ലല്ലോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടനുസരിച്ച് ബാക്ക് റേക്ക് ആംഗിള്, പിന്നീട് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾസ് ഒക്കെ ഓരോരോ ടൂളിനും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മളുടെ റിക്വയർമെന്റ്സ് ഒക്കെ അനുസരിച്ച് വേറെ വേറെ വേണ്ടി വരുമല്ലോ. അപ്പോഴത്തേക്കും ടൂൾ സിഗ്നേച്ചറിന്റെ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ്, ദ ടൂൾ സിഗ്നേച്ചർ ഹാസ് ബീൻ സ്റ്റാൻഡർഡൈസ്ഡ് ബൈ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ. ഈ ഒരു അസോസിയേഷൻ ആണ് ടൂൾ സിഗ്നേച്ചറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. ആസ് പെർ ASA എന്ന് വെച്ചാൽ എന്തായിരുന്നു? അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ. അത് തന്നെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ. ദ ടൂൾ സിഗ്നേച്ചർ ഇസ് ഗീവൻ ഇൻ ദ ഫോളോയിങ് ഓർഡർ. അപ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് നമ്മൾ ടൂൾ സിഗ്നേച്ചർ പറയണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ഓർഡർ എന്താന്ന് നോക്കാം. ആദ്യം കണ്ടോ, ഇതാണ് ആ ഓർഡർ. ആദ്യം നമ്മൾ 2 റേക്ക് ആംഗിൾസ് പറയുന്നു, അതിനുശേഷം 2 റിലീഫ് ആംഗിൾസ് സ്റ്റേറ്റ് ചെയ്യുന്നു, അതിനുശേഷം 2 കട്ടിംഗ് എഡ്ജ് ആംഗിൾസ് സ്റ്റേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോസ് റേഡിയസ് പറയുന്നു. ഇതാണ് അതിന്റെ ഒരു ഓർഡർ. അപ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മെയിൻ കട്ടിംഗ് എഡ്ജ്, മെയിൻ ആയിട്ടുള്ളത് ഈ എൻഡ് കട്ടിംഗ് എഡ്ജ് ആണെന്ന് നമുക്കറിയാം. അപ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ളതിന്റെ ഈ കാര്യം ആദ്യം പറയണം. അപ്പൊ ഓർഡർ ഒന്ന് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ഒരു ട്രിക്ക് നോക്കാം. അപ്പോഴത്തേക്കും ആദ്യം ബാക്ക് റേക്ക് ആംഗിൾ, ആദ്യത്തെ 2 റേക്ക് ആംഗിൾ, ആദ്യം ബാക്ക് റേക്ക് ആംഗിൾ, അതായത് മെയിൻ കട്ടിംഗ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ, ബാക്ക് റേക്ക് ആംഗിൾ, എന്നിട്ട് രണ്ടാമത്തെ ആക്സിലറി കട്ടിംഗ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, അത് കഴിഞ്ഞിട്ട് 2 റിലീഫ് ആംഗിൾ. എൻഡ് കട്ടിംഗ് എഡ്ജിന്റെ റിലീഫ് ആംഗിൾ ഇതാ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജിന്റെ റിലീഫ് ആംഗിൾ ഇതാ ഇവിടെ ഉണ്ട്. ഇതാ ഈ ആംഗിൾ ആണ് സൈഡ് കട്ടിംഗ് എഡ്ജിന്റെ റിലീഫ് ആംഗിൾ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ട്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഇതാ ഈ സാധനമാണ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഇതാ ഇവിടെ ആണ്. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നോസിന്റെ റേഡിയസ് സ്പെസിഫൈ ചെയ്യണം. നമുക്ക് ഇനി ഒരു എക്സാമ്പിളിലേക്ക് പോവാം. There is no practice of putting symbols or degrees or millimeter, simply stating the numerical values in it. അതായത് ഒരു എക്സാമ്പിൾ നോക്കട്ടെ. ഇത് കണ്ടോ, ഇത് ഒരു ടൂളിന്റെ സിഗ്നേച്ചർ ആണ്. ഈ ടൂൾ സിഗ്നേച്ചർ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഓർഡർ ഇല്ലായിരുന്നു? നേരത്തെ ഇവിടെ കാണിച്ചു തന്ന ഈ ഓർഡറിലാണ്. നേരത്തെ ഞാൻ ഓർഡർ കാണിച്ചായിരുന്നു. ഈ ഓർഡർ ആണ്. ഈ കറക്റ്റ് ഓർഡറിലാണ് നമുക്ക് ഇവിടെ ഇത് എഴുതിയിരിക്കണം. അപ്പോഴത്തേക്കും ഈ സിഗ്നേച്ചർ നോക്കിയാൽ നമുക്ക് ആ ടൂളിന്റെ മെയിൻ ആംഗിൾസ് ഒക്കെ മനസ്സിലാവും. ആദ്യത്തേത് ഈ 8 എന്താണ്? ബാക്ക് റേക്ക് ആംഗിൾ ആണ്, 8 ഡിഗ്രീസ്. ഡിഗ്രീസിന്റെ സൈൻ സാധാരണ ഇവിടെ ഇടാറില്ല. പിന്നെ സൈഡ് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിളും 8 ഡിഗ്രീസ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈ സാധനം റിലീഫ്. പിന്നുള്ളത് 2 എണ്ണം റിലീഫ് ആംഗിൾ ആണ്, 5, 5. എൻഡ് റിലീഫ് ആംഗിളും സൈഡ് റിലീഫ് ആംഗിളും. പിന്നുള്ള 2 എണ്ണം എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും ആണ്. ഇത് 2 എണ്ണം എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും. പിന്നെ ഉള്ളത് നോസിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ എക്സാമ്പിൾ ഞാൻ നമ്മളുടെ ഒരു KTUവിന്റെ സിലബസ് അനുസരിച്ചുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ ശരിയായിരിക്കണം. അപ്പോൾ താങ്ക് യു. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.